വെൽക്കം ടു ക്രാക്ക് വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതൊരു പ്രത്യേകമായിട്ടൊരു ടോപ്പിക്കൽ ബേസ് ആയിട്ടുള്ള കറണ്ട് അഫയർ അല്ല, മറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫയർ, അതായത് റെലവെന്റ് ആയിട്ടുള്ള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയർ, പല ഏരിയകളിൽ വരുന്ന കറണ്ട് അഫയറുകൾ പിക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ കിടക്കാം. ആദ്യത്തെ K4 പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്ത്? ഫിബോ എന്ന കടുവ. എന്താണ് K4 എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം? ഫിബോ എന്ന കടുവ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? ഡൽഹി നിയമസഭ. കേരളത്തിലെ ആദ്യ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നത് വർക്കലയിലാണ്. എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സാനിറ്ററി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വന്നത്? വർക്കലയിലാണ്. ഇനി 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക. എന്താണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക. 2025 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക. സീറോ പോവർട്ടി P4 എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. എന്താണ്? ആന്ധ്രാപ്രദേശ്. സീറോ പോവർട്ടി P4 എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. 2025 വേൾഡ് ഗെയിംസ് വേദിയായത് ചൈനയിലാണ്. എവിടെയാണ് 2025 വേൾഡ് ഗെയിംസിന് വേദിയായത്? ചൈന. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ പ്ലാന്റ് എവിടെയാണ് നിലവിൽ വന്നത്? അത് കൊച്ചിയിലാണ്. നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ PSCക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി ഗ്രാമം. ഏത് ഗ്രാമമാണ്? ധരാലി ഗ്രാമം. 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ്? ധരാലി ഗ്രാമമാണ്. ഏതാണ്? ധരാലി ഗ്രാമം. ഇനി 2025 കേരള ഫിലിം പോളിസി കോൺക്ലേവ് വേദിയായ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരം. 2025 കേരള ഫിലിം പോളിസി കോൺക്ലേവിന് വേദിയായ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ച അത് ആരാണ്? അത് സേതു ആണ് ട്ടോ. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ച ആരാണ്? സേതു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഏതാണ്? ആദ്യ വനിതാ വൈസ് ചാൻസലർ ട്ടോ. ഉമാ കാഞ്ചിലാൽ ആണ് ആദ്യ വനിതാ വൈസ്. എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോയുടെ ആദ്യ വനിതാ ചാൻസലർ ആരാണ്? ഉമാ കാഞ്ചിലാൽ. 2025 ജൂലൈയിൽ പുറത്തിറക്കിയ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അത് 77 ആണ്. ഇന്ത്യയുടെ റാങ്ക് 77 ആണ്. 2025 ജൂലൈയിൽ പുറത്തിറക്കിയ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 77. ഇനി വിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലാത്ത സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ് ട്ടോ. ഏതാണ്? ഗോവ. വിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലാത്ത സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. 2025 കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി ഏതാണ്? 2025 കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി ഏതാണ്? അത് കൊച്ചിയാണ് ട്ടോ. 2025 കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചിയാണ്. 2025 മലയാറ്റൂർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ. ആരാണ്? സന്തോഷ് കുമാർ ആണ് 2025 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ട്ടോ. 2025 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആരാണ്? സന്തോഷ് കുമാർ. 2025 ഓഗസ്റ്റിൽ കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? അത് എറിൻ ആണ് ട്ടോ. ഏതാണ്? എറിൻ. 2025 ഓഗസ്റ്റിൽ കിഴക്കൻ അറ്റ്ലാന്റിക്കിൽ സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? അത് എറിൻ ആണ്. 2025 ഇന്ത്യയിലെ ആദ്യ AI ലേണിംഗ് ആപ്പായ ട്യൂട്ടോസ് വികസിപ്പിച്ച ഏതാണ്? IIT പാലക്കാടാണ് ട്ടോ. ട്യൂട്ടോസ് വികസിപ്പിച്ച ആരാണ്? IIT പാലക്കാടാണ്. ട്യൂട്ടോസ് വികസിപ്പിച്ചത് IIT പാലക്കാട്. അതെന്താണ് ട്യൂട്ടോസ്? അത് ഇന്ത്യയിലെ ആദ്യത്തെ AI ലേണിംഗ് ആപ്പാണ് ട്ടോ ട്യൂട്ടോസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പാണ് ട്യൂട്ടോസ്. അത് വികസിപ്പിച്ചത് IIT പാലക്കാടാണ്. 2025 ഓഗസ്റ്റിൽ UK വടക്കൻ മേഖലയിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ്. അപ്പൊ ഈ കൊടുങ്കാറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കണം. 2025 പ്രത്യേകിച്ച് എക്സാം എഴുതുമ്പോൾ 2025 വീശിയടിച്ച കൊടുങ്കാറ്റുകളുടെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കണം. അത് എവിടെയൊക്കെയാ വീശിയടിച്ചതെന്ന്, ഏത് രാജ്യത്താണെന്നും അതിന്റെ പേരും ഒന്ന് നോക്കി വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം അതിന്റെ ചോദിക്കാറുണ്ട്, അതിനെപ്പറ്റി കൂടുതലും PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പം അത് ഇന്നത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവര് റാൻഡം ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറ്. അപ്പം ഏകദേശം 2025 പരമാവധി എല്ലാം തന്നെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും.
ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ പരീക്ഷണം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. അതിപ്പോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കാരണം ഈ കൃത്രിമ മഴ ഇന്ത്യയിൽ പരീക്ഷിക്കണമെങ്കിൽ അത് എവിടെയായിരിക്കും? അത് മരുഭൂമിയിലായിരിക്കും. ഇന്ത്യയിൽ മരുഭൂമിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. അപ്പൊ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ പരീക്ഷണം ആരംഭിച്ച സംസ്ഥാനം. അപ്പൊ അങ്ങനെ കോഡിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി ബാംഗ്ലൂരിൽ പുതിയതായി ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബൊമ്മ സാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാംഗ്ലൂരിലെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. അത് ബൊമ്മ സാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാംഗ്ലൂരിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അത് രോഹിത് കൃഷ്ണയാണ്. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? രോഹിത് കൃഷ്ണ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് കേട്ടോ. സമ്പൂർണ്ണ സാക്ഷരത കേരളമാണ്. അപ്പൊ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എവിടെയായിരിക്കും? കേരളം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം കേരളം ആയതുകൊണ്ട് തന്നെ കേരള PSC സംബന്ധിച്ച് ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അഗ്നിശമന സേനയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവർ ആരാണ്? അത് ജ്യോതിയാണ്. അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ജ്യോതി. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങളുടെ പ്രമേയം, അതായത് 79 സ്വാതന്ത്ര്യമാണല്ലോ നമ്മൾ 2025 ഓഗസ്റ്റില് ആഘോഷിച്ചത്. അതിന്റെ പ്രമേയം എന്താണ്? അത് നയാ ഭാരത് എന്നാണ് അതിന്റെ പ്രമേയം കേട്ടോ. 79ാം സ്വാതന്ത്ര്യ ആഘോഷങ്ങളുടെ പ്രമേയം എന്താണ്? നയാ ഭാരത്. ഇനി JP സേനാനി പെൻഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? JP സേനാനി പെൻഷൻ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ. JP സേനാനി പെൻഷൻ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. 2020 കേരള ക്രിക്കറ്റ് ടീമിന്റെ ചിഹ്നം എന്താണ്? കേരള ക്രിക്കറ്റ് ടീമിന്റെ ചിഹ്നം വീരു ചാരു ആണ് കേട്ടോ. എന്തൊക്കെയാണ്? വീരു ചാരു. 2020 ക്രിക്കറ്റ് ടീമിന്റെ ചിഹ്നങ്ങളാണ് വീരു ചാരു. ഈ 2005 ഓഗസ്റ്റ് 2025 ആണ്. 2025 ആണ്. അതൊരു ടൈപ്പ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ 2025 ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? നാഗാലാൻഡ് ഗവർണറാണ് കേട്ടോ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? നാഗാലാൻഡിന്റെ ഗവർണറാണ്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മാലിന്യ ശേഖരണത്തിന് ആയുള്ള ആപ്ലിക്കേഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ ശേഖരണത്തിനായുള്ള ആപ്ലിക്കേഷൻ ഏതാണ്? അത് ഹരിതമിത്രം 2.0 എന്നാട്ടോ. എന്താണ്? ഹരിതമിത്രം 2.0. അതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മാലിന്യ ശേഖരണത്തിനായുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. ഇനി അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. എന്താണ്? 112 ആണ് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇനി ആദ്യ ജില്ല ഏതാണ്? ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ജില്ലയാണ് കണ്ണൂർ കേട്ടോ. ആദ്യ ജില്ല ഏതാണ്? ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ജില്ല കണ്ണൂർ. MD വാസുദേവൻ നായർ എന്ന പേരിൽ ജീവചരിത്രം എഴുതിയത് ആരാണ്? അത് K ശ്രീകുമാറാണ്. MD വാസുദേവൻ നായർ എന്ന പേരിൽ ജീവചരിത്രം എഴുതിയത് K ശ്രീകുമാർ. 2025 ഓഗസ്റ്റിൽ മിന്നർ പ്രളയം മൂലം നിരവധി പേർ മരിച്ച ജമ്മു കാശ്മീരിലെ ഗ്രാമമാണ് ചഷോത്തി. ഏതാണ്? ചഷോത്തി. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഹിമാലയൻ കിങ് ഫിഷർ. എന്താണ്? ഹിമാലയൻ കിങ് ഫിഷർ. അമേരിക്കൻ മ്യൂസിക്കൽ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? അത് രാജകുമാരിയാണ് കേട്ടോ. അമേരിക്കൻ മ്യൂസിക്കൽ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജ രാജകുമാരി. കർണാടക വനം വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അനിൽ കുംബ്ലെ. ആരാണ്? അനിൽ കുംബ്ലെ. കർണാടക വനം വന്യജീവി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അനിൽ കുംബ്ലെ. ന്യൂ ഗ്ലെയിൻ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ഏതാണ്? ബ്ലൂ ഒറിജിൻ ആണ് ന്യൂ ഗ്ലെയിൻ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച കമ്പനി. ഇത് കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. എന്താണ്? ശുചിത്വ സാഗരം സുന്ദര തീരം. സംസ്ഥാന സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേസോട്ടോ. ഈ കേസോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജീവിനി ഇല്ലേ, അതായത് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞൊരു പദ്ധതി ഇല്ലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട മൃതസഞ്ജീവി എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പുതുക്കിയ പേരാണ് കേട്ടോ ഈ കേസോട്ടോ എന്ന് പറയുന്നത്. ഇപ്പം സംസ്ഥാന സർക്കാർ മരണാനന്തര അവയവദാന പദ്ധതി എന്ന് അറിയപ്പെടുന്ന കേസോട്ടോ എന്ന് പറഞ്ഞ പദ്ധതിയാണ്. ഇതിന്റെ പഴയ പേരാണ് മൃദുസഞ്ജീവിനി എന്ന് പറഞ്ഞ പദ്ധതി. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ. അതിന്റെ പുതുക്കിയ പേരാണ് ഇത് കേസോട്ടോ. എന്താണ്? കേസോട്ടോ. ഇനി മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? അത് മണിക വിശ്വകർമ്മയാണ്. ആരാണ്? മണിക മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം. ഏതാണ്? മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? അത് മണിക വിശ്വകർമ്മയാണ്. എവിടെയാണ്? മണിക വിശ്വകർമ്മ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? മണിക വിശ്വകർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌവിലാണ് ഇന്ത്യയുടെ ആദ്യ ഡ്രോൺ ഫോറൻസിക് നിലവിൽ വരുന്നത്.
ഇനി 2005 വനിതാ ലോക ക്രിക്കറ്റിന് വേദി ലോകകപ്പ് ക്രിക്കറ്റില് വനിതാ ലോക ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയിലും കേട്ടോ. ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് 2025 വനിതാ ലോക ക്രിക്കറ്റിന് വേദിയാവുന്ന രാജ്യങ്ങള്. ഇനി പ്രഥമ കേരള ഏവിയേഷൻ സബ്മിറ്റിന് വേദിയാവുന്നത് കൊച്ചിയാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചി. പ്രഥമ കേരള ഏവിയേഷൻ സബ്മിറ്റിന് വേദിയാവുന്നത് കൊച്ചിയാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? കാട്ടാക്കട. 2025 സംസ്ഥാന ജൂനിയർ അത്ലറ്റ് ഓവറോൾ ചാമ്പ്യന്മാര് പാലക്കാടാണ് ട്ടോ. 2025 സംസ്ഥാന ജൂനിയർ അത്ലറ്റ്സ് ഓവറോൾ ചാമ്പ്യന്മാര് പാലക്കാടാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് ട്ടോ. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് ട്ടോ. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. 2025 ജൂലൈ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. ഏതാണ്? 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ് ട്ടോ. ആദ്യ കർമ്മയോഗി അധിയാൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? അത് ഗോത്രകാര്യ മന്ത്രാലയം. ആദ്യ കർമ്മയോഗി അധിയാൻ ആരംഭിച്ച മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയമാണ് ട്ടോ. ആദ്യ കർമ്മയോഗി അധിയാൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കാര്യ മന്ത്രാലയം. 700 മെഗാവാട്ടിന്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ് ട്ടോ. 700 മെഗാവാട്ടിന്റെ ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലെ. റോബോട്ടുകളുടെ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? അത് ചൈനയാണ് ട്ടോ. ഏതാണ്? ചൈന. റോബോട്ടുകളുടെ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ചൈനയാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ചന്ത് എന്ന കടുവയാണ്. എന്താണ്? ചന്ദ് എന്ന കടുവ. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ചന്ത് എന്ന കടുവയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ്? അത് ഒഡീഷയിലാണ് ട്ടോ. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വന്നത് ഒഡീഷയിലാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ജഡ്ജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ഫ്രാങ്ക് കാപ്രിയോ ആണ് ട്ടോ. ഫ്രാങ്ക് കാപ്രിയോ ആണ് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ജഡ്ജി എന്നറിയപ്പെടുന്ന വ്യക്തി. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യുറാനസ് ഗ്രഹത്തിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 29 ട്ടോ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് യുറാനസ് ഗ്രഹത്തിന്റെ ആകെ എണ്ണം 29. അതിങ്ങനെ കണ്ടെത്തുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഈ 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാവുന്നത് കോഴിക്കോടാണ് ട്ടോ. ഇവിടെയാണ് 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാവുന്നത് കോഴിക്കോടാണ്. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലത്തെ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയറുകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.